പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ എ ഫീനിക്സ് റൈസസ്. ഈ ലെസൻ്റെ ഒരു സമ്മറിയും ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കാദ്യം ഈ ലെസൻ്റെ സമ്മറി വായിക്കാം. എ ഫീനിക്സ് റൈസസ് സമ്മറി. Pablo Kavath was an ordinary boy and not a bright student. ബബ്ലു കേവത്ത് ഒരു സാധാരണ കുട്ടിയായിരുന്നു. ഒട്ടും ബ്രൈറ്റായ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. ആഫ്റ്റർ ഹിസ് ഫാദർ ഡൈഡ്, ഹിസ് മദർ സ്ട്രഗിൾഡ് ടു സപ്പോർട്ട് ദ ഫാമിലി. തൻ്റെ അച്ഛൻ്റെ മരണശേഷം കുടുംബം സപ്പോർട്ട് ചെയ്യാൻ അമ്മയ്ക്ക് ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ബബ്ലു ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു വർക്ക് ആൻഡ് ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ്. പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് അമ്മയെ സഹായിക്കുന്നതിനും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി ബബ്ലു ഒരു വർക്ക്ഷോപ്പിൽ ബസ് ബോയ് എന്ന രീതിയിൽ ജോലിയിൽ പ്രവേശിച്ചു. സ്ലോലി ഹി ബിക്കെയിം എ വെൽഡർ ആൻഡ് ലേറ്റർ ടുക്ക് ഓവർ ദ വർക്ക്ഷോപ്പ്, റണ്ണിങ് ഇറ്റ് സക്സസ്ഫുള്ളി. ക്രമേണ അവൻ ജോലിയിൽ പുരോഗതി നേടി ഒരു വെൽഡറായി. പിന്നീട് വർക്ക്ഷോപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുപോരുകയും ചെയ്തു. He had an arranged marriage with ഗൗരി. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഗൗരി എന്നൊരു പെൺകുട്ടിയെ വീട്ടുകാരെല്ലാം ചേർന്ന് തീരുമാനിച്ചുറച്ച ഒരു അറേഞ്ച്ഡ് മാരേജും ബബ്ലു ചെയ്തു. One day, Bablu noticed Gauri using a rag during her menstrual period. ഒരു ദിവസം തൻ്റെ ഭാര്യ ഗൗരി അവളുടെ മെൻസ്ട്രുവൽ പീരിയഡ് ടൈമിൽ സാനിറ്ററി നാപ്കിൻസിന് പകരം റാഗ്, പഴയ തുണിക്കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ബബ്ലുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഷോക്ക്ഡ് ടു ലേൺ ദാറ്റ് മെനി വിമൻ യൂസ് സച്ച് അൺഹൈജീനിക് മെത്തേഡ്സ്, ഹി ബോട്ട് എ പാക്ക് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ഫോർ ഹർ. ഗ്രാമത്തിലെ മിക്ക സ്ത്രീകളും ഇത്തരത്തിലുള്ള അൺഹൈജീനിക് മെത്തേഡ്സ്, വൃത്തിഹീനമായ രീതികളാണ് പിന്തുടരുന്നത് എന്ന് ഒരു ഞെട്ടലോടുകൂടി മനസ്സിലാക്കിയ ബബ്ലു തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സാനിറ്ററി നാപ്കിൻസിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചു. He was surprised by the high price and realized most village women couldn't afford them. അതിൻ്റെ ഉയർന്ന വിലയിൽ അവൻ അമ്പരന്ന് പോയി. ഗ്രാമത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കൊന്നും ഇത്തരം നാപ്കിൻസ് വാങ്ങാൻ സാധ്യമല്ല എന്നും അവന് ബോധ്യമായി. This made him determined to make low cost sanitary pads. ഈ ഒരു സംഭവം ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി, സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ചെലവ് കുറഞ്ഞ രീതിയിലുള്ള സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കണമെന്ന ഒരു ഉറച്ച തീരുമാനം അവന് മനസ്സിലുണ്ടാക്കി. യൂസിങ് സിമ്പിൾ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ഹി ബിഗാൻ എക്സ്പെരിമെൻറ്റിങ്. ലളിതമായ ഉപകരണങ്ങളും ലഭ്യമായ വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാനിറ്ററി നാപ്കിൻസിൻ്റെ നിർമ്മാണ പരീക്ഷണങ്ങൾ ബബ്ലു ആരംഭിച്ചു. ബട്ട് ഹിസ് എഫേർട്സ് ക്രിയേറ്റഡ് സം അൺറെസ്റ്റ് ഇൻ ഹിസ് ഫാമിലി. എന്നാൽ അവൻ്റെ ഈ പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും അവൻ്റെ കുടുംബത്തിൽ തന്നെ ചില അൺറസ്റ്റ്, അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു. ഹിസ് മദർ ആൻഡ് വൈഫ് വർ അപ്സെറ്റ്. അമ്മയും ഭാര്യയും ആകെ പ്രയാസത്തിലായി. ആൻഡ് ദ വില്ലേജേഴ്സ് മോക്ക്ഡ് ഹിം. ഗ്രാമീണർ അവനെ പരിഹസിച്ചു. Rumors spread in the village when he tested the pads on himself using blood and a rubber tube. ബബ്ലു നിർമ്മിച്ച പാഡ്സ് സ്വന്തം ശരീരത്തിൽ ബ്ലഡും റബ്ബർ ട്യൂബും ഒക്കെ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും ഗ്രാമത്തിൽ പടർന്നു. റൂമേഴ്സ്, പല അടിസ്ഥാനരഹിതമായ സംസാരങ്ങളും വാർത്തകളുമൊക്കെ അതുമായി ഗ്രാമത്തിലാകെ പടർന്നു. ഇതെല്ലാം കേട്ട് ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം സേയിങ് ഷീ വുഡ് റിട്ടേൺ ഓൺലി ഇഫ് ഹി സ്റ്റോപ്ഡ് ഹിസ് മാഡ്നസ്. ഇത്തരം വാർത്തകളും പരിഹാസങ്ങളും എല്ലാം കേട്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹം ഈ പരീക്ഷണങ്ങൾ നിർത്തിയെങ്കിൽ മാത്രമേ ഇനി തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയത്. ഹിസ് മദർ ഓൾസോ ലെഫ്റ്റ്. പിന്നീട് സ്വന്തം അമ്മയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ബബ്ലു ലോസ്റ്റ് ഹിസ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് മണി. അങ്ങനെ ബബ്ലുവിന് ഈ പരീക്ഷണം കാരണം തൻ്റെ കുടുംബവും സുഹൃത്തുക്കളും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണവും എല്ലാം നഷ്ടമായി. Yet he didn't give up because he wanted to help poor women lead hygienic lives. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും ശ്രമങ്ങളൊന്നും ഉപേക്ഷിച്ചില്ല. കാരണം ഗ്രാമത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഹൈജീനിക്കായിട്ടുള്ള ജീവിതം നയിക്കാൻ, വൃത്തിയുള്ള സുരക്ഷിതമായ ജീവിതം നയിക്കാൻ അവരെ സഹായിക്കണമെന്ന ഒരു ഉറച്ച തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
Bablu's story shows his courage and selflessness in the face of great social pressure and personal loss. വ്യക്തിപരമായ നഷ്ടങ്ങളും സാമൂഹികമായ സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം ഒരു ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ കഥയിലൂടെ ബബ്ലു എന്ന ക്യാരക്ടറിൻ്റെ ധീരതയും അദ്ദേഹത്തിൻ്റെ സെൽഫ്ലെസ്നെസ് നിസ്വാർത്ഥതയുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അണ്ടർ വൈൽ വി റീഡ്. വൈൽ വി റീഡ് എന്ന ക്യാപ്ഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ ഈ ലെസണുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും പരിശോധിക്കാം. ക്വസ്റ്റ്യൻ എ, വാട്ട് ഇമ്പാക്ട് ഡിഡ് ഹിസ് ഫാദേഴ്സ് ഡെത്ത് ഹാവ് ഓൺ ബബ്ലൂസ് ഫാമിലി? ബബ്ലുവിൻ്റെ അച്ഛൻ്റെ മരണം ആ കുടുംബത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് സൃഷ്ടിച്ചത്? ഹിസ് ഫാദേഴ്സ് ഡെത്ത് ലെഫ്റ്റ് ദ ഫാമിലി സ്ട്രഗ്ലിംഗ് ഫൈനാൻഷ്യലി. സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്ന ഒരവസ്ഥയിലേക്ക് ആ കുടുംബത്തെ ബബ്ലുവിൻ്റെ അച്ഛൻ്റെ മരണം എത്തിച്ചു. സോ ബബ്ലു ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹിസ് മദർ. ആ കാരണം കൊണ്ട് തന്നെ ബബ്ലുവിന് തൻ്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ജോലി നേടേണ്ടിയും അതുവഴി അമ്മയെ സഹായിക്കേണ്ടിയും ഒക്കെ വന്നു. ക്വസ്റ്റ്യൻ ബി, വാട്ട് ട്രൈറ്റ്സ് ഓഫ് ബബ്ലു ഇംപ്രസ് യു? ബബ്ലു കേവത്തിൻ്റെ എന്ത് ഗുണമാണ് നിങ്ങളെ ഏറെ ആകർഷിക്കുന്നത്? ബബ്ലു വാസ് കെയറിംഗ്, ഡിറ്റർമിൻഡ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ അതേഴ്സ്. ബബ്ലു വളരെ കെയറിംഗ് ആണ്. ഒരു കാര്യം തീരുമാനിച്ചുറച്ചാൽ അതിൽ നിന്നും പിൻവാങ്ങാത്ത വളരെ ഡിറ്റർമിൻഡായ മനസ്സിൻ്റെ ഉടമയാണ്. ഹാർഡ് വർക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ സന്നദ്ധനുമാണ്. വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ അതേഴ്സ്. He didn't give up his experiments even when his neighbors and his own family were against him. സാനിറ്ററി നാപ്കിൻസ് നിർമ്മിച്ചെടുക്കാനുള്ള പരീക്ഷണത്തിൽ നിന്നും തൻ്റെ അയൽവാസികളും കുടുംബക്കാരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിനെതിരായി നിന്നപ്പോഴും അദ്ദേഹം അതൊന്നും ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. ക്വസ്റ്റ്യൻ സി, ഹൗ വുഡ് ദി എക്സോർബിറ്റന്റ് പ്രൈസ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് അഫക്ട് ദ ഫാമിലി ബഡ്ജറ്റ്? സാനിറ്ററി നാപ്കിൻസിൻ്റെ ഉയർന്ന വില ഒരു സാധാരണ കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? If Bablu's wife and sister buy napkins month after month, the family won't have enough money even for milk, let alone curd and ghee. ബബ്ലുവിൻ്റെ പോലെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഇവരൊക്കെ ഓരോ മാസവും ഈ വില കൂടിയ സാനിറ്ററി നാപ്കിൻസ് വാങ്ങുകയാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ തൈരും നെയ്യുമൊക്കെ മാറ്റി നിർത്തിയാലും അത്യാവശ്യമുള്ള പാലിന് പോലും പണമുണ്ടാകില്ല എന്നാണ് ബബ്ലുവിൻ്റെ ഭാര്യ ഗൗരി പറയുന്നത്. ക്വസ്റ്റ്യൻ ഡി, വൈ വാസ് ബബ്ലു ഡിറ്റർമിൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ്? വാട്ട് വാസ് ഇറ്റ്? എന്തുകൊണ്ടാണ് ബബ്ലു കേവത്ത് ഒരു പുതിയ പ്രോജക്റ്റിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത്? എന്തായിരുന്നു ആ പ്രോജക്റ്റ്? When Bablu bought a pack of sanitary napkins for his wife, he had to pay an exorbitant price of 40 rupees, which was unaffordable for the village women. തൻ്റെ ഭാര്യ ഗൗരിക്ക് വേണ്ടി ആദ്യമായി ബബ്ലു ഒരു സാനിറ്ററി നാപ്കിൻസ് പാക്ക് വാങ്ങിയപ്പോൾ വളരെ ഉയർന്ന വിലയായ 40 രൂപ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഗ്രാമത്തിലെ സാധാരണ സ്ത്രീകൾക്ക് ഇതൊന്നും അഫോർഡബിൾ അല്ല, പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. So he decided to pursue a project of making affordable pads using simple materials. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ സാധ്യമാകുന്ന തരത്തിലുള്ള വില കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കണമെന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. ക്വസ്റ്റ്യൻ എ, വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ബബ്ലൂസ് ഫാമിലി ടു ഹിസ് എക്സ്പെരിമെൻറ്റ്സ്? സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കാനുള്ള ഈ പരീക്ഷണങ്ങളോട് ബബ്ലുവിൻ്റെ കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഹിസ് ഫാമിലി വാസ് അപ്സെറ്റ് ആൻഡ് അഷേംഡ്. അദ്ദേഹത്തിൻ്റെ കുടുംബമാകെ പ്രയാസത്തിലും നാണക്കേടിലുമാകുന്ന ഒരവസ്ഥയിലായിരുന്നു. ഹിസ് മദർ ബെഗ്ഡ് ഹിം ടു സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ അമ്മ ബബ്ലുവിനോട് റിക്വസ്റ്റ് ചെയ്തു. And his wife left him saying she would only return when he gave up his madness. ഈ പരീക്ഷണങ്ങൾ നടത്തുന്ന ഈ ഭ്രാന്ത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഇനി തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉപേക്ഷിച്ചു പോയി. ക്വസ്റ്റ്യൻ എഫ്, വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് ദ വില്ലേജേഴ്സ് ടു ബബ്ലൂസ് എക്സ്പെരിമെൻറ്റ്സ്? ബബ്ലുവിൻ്റെ പരീക്ഷണങ്ങളോട് ഗ്രാമീണരുടെ റെസ്പോൺസ് എന്തായിരുന്നു?
വാട്ട് യു തിങ്ക് ഓഫ് ദിയർ ആറ്റിറ്റ്യൂഡ്? ഈ ഗ്രാമീണരുടെ പ്രവൃത്തിയിൽ നിന്നും അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, അവരുടെ മനോഭാവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദ വില്ലേജേഴ്സ് ഹ്യൂമിലിയേറ്റഡ് ഹിം ആൻഡ് സ്പ്രെഡ് റൂമേഴ്സ്. ഗ്രാമീണരെല്ലാം ബബ്ലുവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഹ്യൂമിലിയേറ്റഡ്, പരിഹസിച്ചു, നിന്ദിച്ചു. മാത്രമല്ല സ്പ്രെഡ് റൂമേഴ്സ്, പലതരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകളും കിംവദന്തികളും ഗ്രാമത്തിലാകെ പരത്തി. മേക്കിംഗ് ഹിസ് ഫാമിലി ഫീൽ അഷെയിംഡ്. ഇതെല്ലാം കാരണം അവരുടെ കുടുംബത്തിന് വല്ലാത്ത നാണക്കേടുമായി. ദേ ഡിസ്ഗ്രൈസ്ഡ് ഹിസ് ഫാമിലി വിത്ത് റഫ് വിസ്പേഴ്സ് ആൻഡ് റൂഡ് ഗ്ലാൻസസ്. അടക്കി പിടിച്ച മോശമായ സംസാരങ്ങൾ കൊണ്ടും ആൻഡ് റൂഡ് ഗ്ലാൻസസ്, വളരെ മോശമായ നോട്ടങ്ങൾ കൊണ്ടുമൊക്കെ ആ ഗ്രാമീണർ ബബ്ലുവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഡിസ്ഗ്രേസ് ചെയ്തു, അപമാനിച്ചു. ദർ ആറ്റിറ്റ്യൂഡ് വാസ് അൺഫെയർ. തീർത്തും അൺഫെയർ ആയിരുന്നു, അനീതിയായിരുന്നു അവരുടെ മനോഭാവം. കാരണം ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് ഗുഡ് ഇൻറ്റൻഷൻസ്. ബബ്ലുവിൻ്റെ സതുദ്ദേശത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ക്വസ്റ്റ്യൻ ജി. വൈ വാസ് ബബ്ലു ഡിറ്റർമിൻഡ് ടു കണ്ടിന്യൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഈവൻ അഗൻസ്റ്റ് ഹിസ് ഫാമിലീസ് വിഷസ്? കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും എതിര് നിന്നുകൊണ്ടും ബബ്ലു തൻ്റെ പരീക്ഷണങ്ങൾ തുടരുമെന്ന തീരുമാനമെടുത്തു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ബബ്ലു എടുത്തത്? ഹി വാണ്ടഡ് ടു ഹെൽപ്പ് പുവർ വിമൻ ഹു യൂസ്ഡ് അൺഹൈജീനിക് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. മെൻസ്ട്രൽ പീരീഡ് സമയത്ത് സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നതിന് പകരം ഗ്രാമീണ സ്ത്രീകളൊക്കെ അൺഹൈജീനിക് റാഗ്സ്, വൃത്തിഹീനമായ തുണിക്കഷ്ണങ്ങളായിരുന്നു പകരം ഉപയോഗിച്ചിരുന്നത്. അത്തരം സ്ത്രീകളെ സഹായിക്കണമെന്ന് ബബ്ലു തീരുമാനിച്ചു. ദേ കുഡ് നോട്ട് അഫോർഡ് ടു ബൈ നാപ്കിൻസ്. അത്തരം സ്ത്രീകൾക്ക് വില കൂടിയ നാപ്കിൻസ് ഒന്നും വാങ്ങാൻ കഴിയുമായിരുന്നില്ല. ആൻഡ് വർ പ്രോൺ ടു ഡിസീസസ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ടായിരുന്നു. സോ ഹി വാസ് ഡിറ്റർമിൻഡ് ടു കണ്ടിന്യൂ വിത്ത് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഓഫ് മേക്കിംഗ് അഫോർഡബിൾ നാപ്കിൻസ് അഗൻസ്റ്റ് ഹിസ് ഫാമിലീസ് വിഷസ്. അതുകൊണ്ടാണ് കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും എതിര് നിന്നുകൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കണം, അതുമായി പരീക്ഷണങ്ങൾ തുടരണമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തത്. ക്വസ്റ്റ്യൻ എയ്റ്റ്. ഡിസ്ക്രൈബ് ബബ്ലൂസ് പ്ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. ബബ്ലു കേവത്തിൻ്റെ സ്റ്റോറി വായിച്ചപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ബബ്ലു കേവത്ത് വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്ലൈറ്റ്, പാത്തറ്റിക് കണ്ടീഷൻ, അതൊന്ന് വിശദീകരിക്കുക. ബബ്ലു ലോസ്റ്റ് ഹിസ് വൈഫ്, ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ഹാർഡ് ഏൺഡ് മണി. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും കഠിനമായി അധ്വാനിച്ച് നേടിയുണ്ടാക്കിയിരുന്ന പണവും എല്ലാം നഷ്ടമായി. ഹി വാസ് ലെഫ്റ്റ് അലോൺ ആൻഡ് ഹിസ് ലൈഫ് റിപ്ഡ് അപ്പാർട്ട്. അദ്ദേഹം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞതെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്ന, ഒരു വെൽഡറായി ജോലി ചെയ്തിരുന്ന വർക്ക്ഷോപ്പ്, ആ ജീവിതം റിപ്ഡ് അപ്പാർട്ട്, അതാകെ തകർന്നുപോയി. ഓൾ ബിക്കോസ് ഹി ട്രൈ ടു ഡു സംതിങ് ഗുഡ് ഫോർ അതേഴ്സ്. ഇതെല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിൻ്റെ കാരണത്താലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറിയിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടം വളരെ പെയിൻഫുൾ ആയിരുന്നു. Now, there are some other questions under Let's Rewind. ടെക്സ്റ്റ് ബുക്കിൽ ലെറ്റ്സ് റിവൈൻഡ് എന്നുള്ള ടൈറ്റിലിൽ ഏതാനും ക്വസ്റ്റ്യൻസ് കൂടെ നൽകിയിട്ടുണ്ട്. ഇതിൽ പലതും എലോബറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടവയാണ്. എക്സാമിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളവ. ക്വസ്റ്റ്യൻ 1. വൈ ഡു ബബ്ലൂസ് നെയ്ബേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഡെസേർട്ട് ഹിം? എന്തുകൊണ്ടാണ് ബബ്ലുവിൻ്റെ അയൽവാസികളും കുടുംബവും അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത്? ഡെസേർട്ട്, അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്, ഒറ്റപ്പെടുത്തുന്നത്. Bablu's neighbors and friends desert him because they do not understand the reason behind his experiments with sanitary napkins. സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങളും അതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ആശയവും അതൊന്നും മനസ്സിലാക്കാൻ ബബ്ലുവിൻ്റെ കുടുംബത്തിനും അയൽവാസികൾക്കും സാധ്യമാകുന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ടാണ് അവരെല്ലാവരും അദ്ദേഹത്തിന് എതിര് നിൽക്കുന്നത്, അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. മാത്രവുമല്ല, ഇൻ ഹിസ് വില്ലേജ് ദ ടോപ്പിക് ഓഫ് മെൻസ്ട്രുവേഷൻ ഈസ് കൺസിഡേർഡ് ടബു. അദ്ദേഹത്തിൻ്റെ ആ ഗ്രാമത്തിൽ വിദ്യാഭ്യാസം കുറഞ്ഞ ഗ്രാമീണരായ പഴഞ്ചൻ
ആശയങ്ങളൊക്കെ വെച്ച് പുലർത്തി ജീവിക്കുന്ന ആ സമൂഹത്തിൽ മെൻസ്ട്രുവേഷൻ എന്നുള്ളത് കൺസിഡേർഡ് ടബു, അതൊരു നിഷിദ്ധമായ വിഷയമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. When people find out that Bablu is working with pads and testing them using blood, they spread all kinds of rumors. ബബ്ലു സാനിറ്ററി നാപ്കിൻസിന്റെ പരീക്ഷണത്തിലാണ്, സ്ത്രീകളുടെ മെൻസ്ട്രുവേഷനുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ ജനം, മാത്രവുമല്ല ബ്ലഡും റബ്ബർ ട്യൂബുമൊക്കെ ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ തന്നെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ they spread all kinds of rumors. അവർ പലതരത്തിലുള്ള വാർത്തകളും പറഞ്ഞു വരുത്തി. ദ വില്ലേജേഴ്സ് ഹ്യൂമിലേറ്റ് ഹിം. ഗ്രാമീണർ ആ കുടുംബത്തെ, ബബ്ലുവിനെ ഒക്കെ പരിഹസിച്ചു, അപമാനിച്ചു. വിത്ത് റഫ് വിസ്പേഴ്സ് ആൻഡ് റൂഡ് ഗ്ലാൻസസ്, വളരെ പരുക്കൻ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും അപരിഷ്കൃതമായ പരിഹസിക്കുന്ന തരത്തിലുള്ള നോട്ടങ്ങൾ കൊണ്ടുമൊക്കെ പല രൂപത്തിലും അദ്ദേഹത്തെയും കുടുംബത്തെയും അപമാനിച്ചു. ഈവൻ ഹിസ് ഫാമിലി ഫീൽസ് അഷെയിംഡ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വല്ലാത്ത നാണക്കേട് തോന്നി. ഹിസ് മദർ ബെഗ്സ് ഹിം ടു സ്റ്റോപ്പ്. അമ്മ ഈ പരീക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ മകനോട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. ആൻഡ് ഹിസ് വൈഫ് ലീവ്സ് ഹിം. സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നു. സേയിങ് ഷി വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഹി ഗിവ്സ് അപ്പ് ഹിസ് മാഡ്നസ്. ഈ പരീക്ഷണം എന്ന ഭ്രാന്ത് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഇനി അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോകുന്നത്. സോ ബിക്കോസ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് ഫാൾസ് റൂമേഴ്സ്, ബബ്ലു ബിക്കംസ് ഐസൊലേറ്റഡ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ സമൂഹത്തിൻ്റെ അവയർനെസ് ഇല്ലായ്മ, എന്താണ് മെൻസ്ട്രുവേഷൻ, അതിൻ്റെ ഹൈജീനിക് എങ്ങനെയൊക്കെ പരിപാലിക്കണം, ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത കാരണങ്ങൾ കൊണ്ടും ഫാൾസ് റൂമേഴ്സ്, അവർ പറഞ്ഞു വരുത്തിയ തെറ്റായ വാർത്തകൾ കൊണ്ടുമൊക്കെ ബബ്ലു ബിക്കംസ് ഐസൊലേറ്റഡ്. അദ്ദേഹം ആകെ ഒറ്റപ്പെടുന്നു. ക്വസ്റ്റ്യൻ 2. വൈ ഡസ് ബബ്ലു കണ്ടിന്യൂ ഹിസ് എക്സ്പെരിമെന്റ്സ്? എന്തുകൊണ്ടാണ് ബബ്ലു തൻ്റെ പരീക്ഷണങ്ങൾ തുടരുന്നത്? ബബ്ലു കണ്ടിന്യൂസ് ഹിസ് എക്സ്പെരിമെന്റ്സ് ബിക്കോസ് ഹി വാണ്ട്സ് ടു ഹെൽപ്പ് പുവർ വിമൻ ഹൂ യൂസ് അൺഹൈജീനിക് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലീൻ സാനിറ്ററി നാപ്കിൻസ്. ബബ്ലു തൻ്റെ പരീക്ഷണങ്ങൾ തുടരാൻ കാരണം സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകളെല്ലാം തന്നെ വളരെ അൺഹൈജീനിക് റാഗ്സ്, വൃത്തിഹീനമായ തുണിക്കഷ്ണങ്ങളാണ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലീൻ സാനിറ്ററി നാപ്കിൻസ്, വൃത്തിയുള്ള സാനിറ്ററി നാപ്കിൻസിന് പകരം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ സഹായിക്കണം എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുന്നു. ഹി നോസ് ദാറ്റ് ദീസ് വിമൻ ആർ പ്രോൺ ടു ഡിസീസ്. കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾക്കും അടിമകൾ ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം കാൻറ്റ് അഫോർഡ് ദ പാഡ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാത്രമല്ല നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന വില കൂടിയ സാനിറ്ററി നാപ്കിൻസ് വാങ്ങാൻ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സാധിക്കുകയുമില്ല. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾ തുടരാൻ തീരുമാനിക്കുന്നത്. ഹി വാണ്ട്സ് ടു മേക്ക് അഫോർഡബിൾ നാപ്കിൻസ് യൂസിങ് സിമ്പിൾ മെറ്റീരിയൽസ്. ചെലവ് കുറഞ്ഞ ലളിതമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അഫോർഡബിളായ നാപ്കിൻസ് നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഈവൻ വെൻ എവരിവൺ ഈസ് അഗൻസ്റ്റ് ഹിം, ഹിസ് വൈഫ്, ഹിസ് മദർ, ഹിസ് നെയ്ബേഴ്സ്, ഹി ഡസൻറ്റ് ഗിവ് അപ്പ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിന് എതിരായപ്പോഴും, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും അയൽവാസികളും എല്ലാം എതിർക്കുമ്പോഴും ഹി ഡസൻറ്റ് ഗിവ് അപ്പ്, തൻ്റെ ഉദ്യമത്തിൽ നിന്നും അദ്ദേഹം ഉപേക്ഷിച്ച് പിൻവാങ്ങാതിരിക്കുന്നത്. ഹിസ് സ്ട്രോങ് പേർപ്പസ് ആൻഡ് കെയർ ഫോർ വിമൻസ് ഹെൽത്ത് മേക്ക് ഹിം ഡിറ്റർമിൻഡ് ടു കണ്ടിന്യൂ ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ശക്തമായ തീരുമാനം, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആശങ്കയും കരുതലും, ഇതെല്ലാമാണ് അദ്ദേഹത്തെ തൻ്റെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ ഡിറ്റർമിൻഡായിട്ട് നിലനിർത്തുന്നത്, ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ക്വസ്റ്റ്യൻ 3. വാട്ട് അക്കോർഡിംഗ് ടു മുരുകാനന്ദം ഈസ് ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? മുരുകാനന്ദത്തിൻ്റെ അഭിപ്രായത്തിൽ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശ്യം എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് മുരുകാനന്ദം വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശമായിട്ട് പറയുന്നത്? അക്കോർഡിംഗ് ടു മുരുകാനന്ദം, എഡ്യൂക്കേഷൻ എംപവേഴ്സ് അസ്. പത്മശ്രീ മുരുകാനന്ദത്തിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ്, അത് നമ്മളെ എംപവർ ചെയ്യുന്നു,
നമുക്ക് ശക്തി പകരുന്നു. ബട്ട് ഹി ബിലീവ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് നോട്ട് ജസ്റ്റ് ലീഡ് ടു ബെഗിങ് ഫോർ എ ജോബ്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു: വിദ്യാഭ്യാസം ഒരിക്കലും ഒരു തൊഴിലിനു വേണ്ടി അലയുന്നവരാക്കി മാറ്റരുത് നമ്മെ. ഇറ്റ് ഷുഡ് നോട്ട് ലീഡ് ടു ബെഗിങ് ഫോർ എ ജോബ്. ഒരു ജോബിനു വേണ്ടി യാചകരാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്കാകരുത് വിദ്യാഭ്യാസം. Instead, students should use their education and knowledge to identify problems in society. അതിനൊക്കെ പകരം സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അവ മനസ്സിലാക്കാനും പരിഹാരങ്ങൾ തേടാനുമൊക്കെ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമായിരിക്കണം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തെ പ്രശ്നങ്ങൾ കണ്ടെത്താനും പഠിക്കാനും പരിഹാരം കണ്ടെത്താനുമുള്ളൊരു മാർഗമായിട്ട് കാണണം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത്. He says, convert every problem into an opportunity. അദ്ദേഹം പറയുന്നു, ഓരോ പ്രശ്നവും ഒരവസരമായിട്ട് കൺവേർട്ട് ചെയ്യുക, മാറ്റുക. Students should try to find solutions, create jobs and become solution providers and social entrepreneurs. മുരുകാനന്ദം പറയുന്നു, വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം, അവർ തന്നെ ജോലികൾ സൃഷ്ടിക്കണം, മാത്രമല്ല പ്രശ്നപരിഹാരക്കാരായി മാറണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നവരും കണ്ടെത്തുന്നവരുമായി വിദ്യാർത്ഥികൾ മാറണം. അതോടൊപ്പം സോഷ്യൽ ഓൺട്രപ്രനേഴ്സ്, സമൂഹത്തിന് ഉപകാരപ്രദമായ സംരംഭങ്ങൾ തുടങ്ങുന്നവരുമായി മാറണം. ദാറ്റ് ഇസ് ദ റിയൽ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം. ടു ട്രാൻസ്ഫോം ദ വേൾഡ്. ലോകത്തെയും നാം ജീവിക്കുന്ന സമൂഹത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതാണ് മുരുകാനന്ദൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. അദ്ദേഹം വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത്. Question 4. Why did മുരുകാനന്ദം begin to think of designing machines? എന്തുകൊണ്ടാണ് മുരുകാനന്ദം മെഷീൻസ് ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്? സാനിറ്ററി നാപ്കിൻസിൻ്റെ നിർമ്മാണവും പരീക്ഷണവുമായി തുടരുകയായിരുന്നു. അതിനിടയിലാണ് മെഷീൻസ് ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? Muruganandam began to think of designing machines when he realized that the existing machines used to produce sanitary napkins were too expensive, costing crores of rupees. നിലവിൽ സാനിറ്ററി നാപ്കിൻസ് നിർമ്മിക്കുന്ന മെഷീൻസ് എല്ലാം തന്നെ വളരെ എക്സ്പെൻസീവാണ്, കോടിക്കണക്കിന് രൂപ വില വരുന്നതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. This meant that napkins would never be affordable for poor women. ഇതിനർത്ഥം ഇത്തരം മെഷീൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നാപ്കിൻസ് ഒന്നും തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അഫോർഡബിൾ ആയിരിക്കില്ല, അവർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ വാങ്ങിക്കാൻ സാധ്യം ആകുന്ന തരത്തിലുള്ളതായിരിക്കില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. സോ ഹി ഡിസൈഡഡ് ടു ഡിസൈൻ അഫോർഡബിൾ മെഷീൻസ് ഹിംസെൽഫ്. അതുകൊണ്ടാണ് അദ്ദേഹം ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മെഷീൻസ് ഡിസൈൻ ചെയ്യാൻ തീരുമാനമെടുത്തത്. Through trial and error, he succeeded in making 3 simple machines. പല പരീക്ഷണങ്ങളും പരാജയങ്ങളും നേരിട്ടുകൊണ്ട് അവസാനം അദ്ദേഹം 3 വ്യത്യസ്ത തരത്തിലുള്ള മെഷീൻസ് ഡിസൈൻ ചെയ്യാവുന്ന കാര്യത്തിൽ വിജയിച്ചു. ആ മെഷീൻസ് ഡീഫൈബ്രേഷൻ, പൾപ്പിൽ നിന്നും നൂലുകളും നാരുകളും വേർപെടുത്തിയെടുക്കുന്ന ഡീഫൈബ്രേഷൻ മെഷീനായിരുന്നു ഒന്ന്. കംപ്രഷൻ, പാഡുകൾ കട്ടി കുറഞ്ഞ രീതിയിൽ പ്രസ് ചെയ്യുന്ന അമർത്തിയെടുക്കുന്ന തരത്തിലുള്ള കംപ്രഷൻ മെഷീൻ. ആൻഡ് സ്റ്റെറിലൈസേഷൻ, പ്രോഡക്ട്സ് എല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക, അങ്ങനെയുള്ള മെഷീൻ. ഇങ്ങനെ 3 തരത്തിലുള്ള ഡീഫൈബ്രേഷൻ, കംപ്രഷൻ, സ്റ്റെറിലൈസേഷൻ മെഷീൻ ഇവയായിരുന്നു അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. ദീസ് കുഡ് ബി ഓപ്പറേറ്റഡ് ഈവൻ ബൈ പീപ്പിൾ വിതൗട്ട് മച്ച് ട്രെയിനിങ്. മാത്രമല്ല വളരെ ലളിതമായിരുന്നു ഇവയുടെ പ്രവർത്തനം. കൂടുതൽ ട്രെയിനിങ് ഒന്നും ലഭിക്കാത്ത സാധാരണ വ്യക്തികൾക്കും ഈ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. He believed that making cheaper machines was the only way to make napkins affordable for everyone. അദ്ദേഹം ഒരു കാര്യം വിശ്വസിച്ചിരുന്നു, ചീപ്പർ മെഷീൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും വാങ്ങിക്കാൻ പാകത്തിൽ അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിൻസ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മെഷീൻ ഡിസൈനിങ്ങിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. Question 5. What ideas of മുരുകാനന്ദം impress you the most? പത്മശ്രീ മുരുകാനന്ദത്തിൻ്റെ ഏതൊക്കെ ആശയങ്ങളാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്? മെൻഷൻ എനി 2. അദ്ദേഹത്തിൻ്റെ 2 ആശയങ്ങളെക്കുറിച്ച് പറയുക. One idea that impresses me
ഈസ് ഹിസ് ബിലീഫ് ഇൻ ഇമ്പാക്റ്റ് ഓവർ പ്രോഫിറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഇമ്പാക്റ്റ് ഓവർ പ്രോഫിറ്റ്. ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് അതിൻ്റെ ലാഭത്തേക്കാൾ ഉപരിയായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഗുണമേന്മ, അത് സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം, ഗുണഫലം, ഇതിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇതാണ് എന്നെ ആകർഷിക്കുന്ന ഒരു ആശയം, ഇമ്പാക്റ്റ് ഓവർ പ്രോഫിറ്റ്. ഹി സെസ് ദാറ്റ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്റ്റ് ബേസ്ഡ്. അദ്ദേഹം പറയുന്നുണ്ട്, സാമൂഹികമായ സംരംഭങ്ങൾ, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വ്യവസായ സംരംഭങ്ങൾ എപ്പോഴും ഇമ്പാക്റ്റ് ബേസ്ഡ് ആയിരിക്കണം, സമൂഹത്തിൽ നല്ല സ്വാധീനമുണ്ടാക്കുന്ന, ഗുണഫലമുണ്ടാക്കുന്നതായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ഹി പ്രിഫേഴ്സ് ദ വേർഡ് ഡീറ്റെയിൽ ടു റീറ്റെയിൽ. മാത്രമല്ല, ഒരു സംരംഭം തുടങ്ങി പ്രോഡക്ട്സ് വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹം ഡീറ്റെയിൽ എന്ന പദത്തിനാണ് കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത് ടു റീറ്റെയിൽ, വിൽപ്പന എന്നർത്ഥം വരുന്ന പദത്തേക്കാൾ. അതായത് പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക്, ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുക. പ്രത്യേകിച്ച് സാനിറ്ററി നാപ്കിൻസ് പോലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെയും അതിൻ്റെ ഗുണം, അതിൻ്റെ ശുചിത്വം പാലിക്കുന്നതിൻ്റെയും കാര്യങ്ങളെ വിശദീകരിച്ച് നൽകുക. അതിനാണ് മുൻഗണന റീറ്റെയിൽ ചെയ്ത് വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ. ബിക്കോസ് ദെയർ എയിം ഈസ് ടു ഇൻക്രീസ് അവെയർനെസ്, നോട്ട് ജസ്റ്റ് സെയിൽസ്. ആളുകളിൽ അവെയർനെസ് ഉണ്ടാക്കുക, ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക, സെയിൽസ് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. അനദർ ഐഡിയ ഈസ് ഹിസ് വിഷൻ ടു എംപവർ വിമൻ. മറ്റൊരാശയം ആകർഷണീയമായത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. ഹി സെസ്, ഐ യൂസ് ദ പവർ ഓഫ് വിമൻ ടു എംപവർ വിമൻ. സ്ത്രീകളുടെ ശക്തി തന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകളെ ഉപയോഗിച്ച്, സ്ത്രീ കൂട്ടായ്മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് ഉന്നമനം കൊണ്ടുവരിക. ഹി പ്രൊമോട്ട്സ് വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ടു ക്രിയേറ്റ് നാപ്കിൻസ് ആൻഡ് സ്പ്രെഡ് അവെയർനെസ് അബൌട്ട് ഹൈജീൻ. സ്ത്രീ കൂട്ടായ്മകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മകളിലൂടെ നാപ്കിൻസ് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും അതോടൊപ്പം ഹൈജീൻ, ശുചിത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക. ഹി ഡ്രീംസ് ഓഫ് ക്രിയേറ്റിംഗ് 1 million ജോബ്സ് ഫോർ വിമൻ. സ്ത്രീകൾക്ക് വേണ്ടി 1 million തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ആൻഡ് എൻഷുറിംഗ് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്സ്. കുടുംബങ്ങളിൽ, വീടുകളിൽ 100% ശുചിത്വം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇത്രയുമാണ് ഫീനിക്സ് റൈസസ് എന്ന സ്റ്റോറിയും പത്മശ്രീ മുരുകാനന്ദനുമായുള്ള ഇൻ്റർവ്യൂവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സും. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.